Hi guys, welcome back to my channel. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് വൈറ്റൻ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഹോം മെയ്ഡ് ഫേസ് ക്രീമും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിനെ നല്ല ബ്രൈറ്റ് ആൻഡ് ഗ്ലോയിങ് ആയിട്ടൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ജ്യൂസുമായിട്ടാണ് കേട്ടോ. വളരെ ഈസിയാണ്, നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് തന്നെയാണ് നമ്മളിതെല്ലാം ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ടൊമാറ്റോ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഫേസ് ക്രീം തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ക്രീം എങ്ങനെ തയ്യാറാക്കി എടുത്തു എന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആദ്യം ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ നടുഭാഗത്തുള്ള ആ ഒരു പോർഷൻ കട്ട് ചെയ്തിട്ട് വേണം ഇത് ഉപയോഗിക്കാനായിട്ട്. നമ്മളിപ്പോൾ കറി വയ്ക്കാനാണെങ്കിൽ ശരി, നമ്മുടെ ഫേസ് പാക്ക് ഇടുകയാണെങ്കിൽ ശരി കേട്ടോ. നമുക്ക് ആ നടുഭാഗത്തുള്ള ആ ഒരു പോർഷൻ വേണ്ട. അതിങ്ങനെ കട്ട് ചെയ്തിട്ട് നമുക്കൊരു മിക്സി ബൗളിനകത്തിട്ട് അടിച്ച് പേസ്റ്റാക്കി ജ്യൂസാക്കി കൊണ്ടുവരാം. എന്നിട്ട് നമ്മൾ ഈ ഒരു ജ്യൂസിന് ഒരു അരിപ്പ് ഉപയോഗിച്ചിട്ട് അങ്ങ് അരിച്ചു മാറ്റുക കേട്ടോ. അതിനകത്തുള്ള ആ ഒരു തക്കാളിയുടെ ആ സീഡ്സില്ലേ, അതും അല്ലെങ്കിൽ ആ തക്കാളിയുടെ തോലൊന്നും നമുക്ക് വേണ്ട. ആ ഒരു ജ്യൂസ് മാത്രമായിട്ട് മതി. ആ ഒരു ജ്യൂസിന് നമുക്ക് അരിപ്പ് ഉപയോഗിച്ചിട്ട് അങ്ങ് മാറ്റിയെടുക്കാം. അപ്പോൾ നമ്മളിവിടെ ആ ജ്യൂസിനെ അരിച്ചു മാറ്റി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ ജ്യൂസിൻ്റെ മുകളിൽ കാണുന്ന ആ ഒരു പത പോലത്തെ കാണുന്ന ആ ഒരു കാര്യം നമുക്ക് വേണ്ട. അത് നമുക്ക് സ്പൂൺ ഉപയോഗിച്ചിട്ട് അങ്ങ് മാറ്റി കളയാം കേട്ടോ. എന്നിട്ട് നമ്മളിതിനകത്തേക്ക് വേറൊരു കാര്യം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ നാരങ്ങയാണ്. ആ നാരങ്ങ ഒരു 1/4 ടീസ്പൂൺ മതി കേട്ടോ, ഒരുപാട് ആവശ്യമില്ല. നമുക്ക് സ്കിൻ ബ്രൈറ്റൻ ആവാൻ പറ്റും, അതുപോലത്തെ നല്ല ബ്ലീച്ചിങ് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിനകത്തേക്ക് ആ ഒരു നാരങ്ങ നീര് ചേർക്കുന്നത്. അപ്പോൾ ഒരു 1/4 പോർഷൻ മതിയാവും, ഒത്തിരി ചേർക്കേണ്ട കാര്യമില്ല. 1/4 പോർഷൻ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് വേണ്ടത് കോൺഫ്ലവറിൻ്റെ പൗഡറാണ്, നമ്മുടെ ചോളപ്പൊടി. അതുകൂടി ഇതിനകത്തേക്ക് 2 ടീസ്പൂണോളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സാക്കി എടുക്കുക, നല്ല കട്ട കെട്ടാതെ അങ്ങ് മിക്സാക്കി എടുക്കുക. ഇനി നമുക്ക് ഈ ഒരു കൂട്ടിന് ഡബിൾ ബോയിലിംഗ് മെത്തേഡ് വഴി അങ്ങ് ചൂടാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ആദ്യം ഒരു പാനിനകത്ത് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അങ്ങ് തിളപ്പിക്കണം. എന്നിട്ട് ഗ്യാസിൻ്റെ ഫ്ലെയിം അങ്ങ് ഒരു മീഡിയം ഫ്ലെയിമിൽ അങ്ങ് ആക്കി കുറച്ച് കൊണ്ടുവരണം. എന്നിട്ട് ഇതിനകത്തേക്ക് നമ്മളിവിടെ മാറ്റി വെച്ചിരിക്കുന്ന ഈ ഒരു കൂട്ടിൻ്റെ ഈ ഒരു ബൗളിന് ഇതിനകത്തേക്ക് അങ്ങ് ഇറക്കി വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ അതെല്ലാം ചെയ്യുന്ന വീഡിയോ ഒന്നും ഇതിനകത്ത് ഷൂട്ടായിട്ടില്ല, അതെല്ലാം കട്ടായി പോയിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ അതുപോലെ ചെയ്തെടുക്കുക. അല്പം വെള്ളം എടുക്കുക, എന്നിട്ട് അതുപോലെ അങ്ങ് അതിനകത്ത് ഇറക്കി വെക്കുക കേട്ടോ. ചൂടായതിനു ശേഷം ആരും തന്നെ ഹൈ ഫ്ലെയിമിലിട്ട് അങ്ങ് ഇതങ്ങ് ചൂടാക്കി എടുക്കരുത്. ലോ ഫ്ലെയിമിൽ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇതങ്ങ് ചൂടാക്കി എടുക്കാനായിട്ട്. അപ്പോൾ നമ്മളിങ്ങനെ കൈ എടുക്കാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇളക്കിക്കൊണ്ടിരിക്കുന്ന സമയം നേരം കൊണ്ട് തന്നെ നമ്മുടെ ഒരു കൂട്ട് ഈ ഒരു കട്ടിയായിട്ട് നിങ്ങളിപ്പോൾ കാണുന്നില്ല, ഈ ഒരു രീതിക്ക് തന്നെ നമുക്ക് ഈ ഒരു കൂട്ടിനെ കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിക്ക് എത്തിക്കിട്ടുമ്പോൾ നമുക്കിതങ്ങ് ഗ്യാസിൻ്റെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തിടാം. അപ്പോൾ ഞാൻ ഓഫാക്കി ഇട്ടു. അതൊന്നൊരു അല്പം മാറ്റി തണുക്കാനായിട്ട് സമയം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നന്നായിട്ട് ഇപ്പോൾ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിനകത്തേക്ക് 2 കാര്യങ്ങളും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ടൊമാറ്റോ ഫേസ് ക്രീം റെഡിയായി. ഇനി ഒട്ടും തന്നെ നനവില്ലാത്ത ഒരു ക്ലീൻ ബൗൾ എടുക്കാം. എന്നിട്ട് നമ്മളിവിടെ മാറ്റി വെച്ചിരിക്കുന്ന ഈ ഒരു തക്കാളി കൂട്ടിൽ നിന്ന് 1 ടീസ്പൂണോളം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ആലോവേര ജെല്ലാണ്. നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കി കൊടുക്കുന്ന ആലോവേര ജെല്ലാണ് കേട്ടോ. അത് നമ്മുടെ ഓർഗാനിക് ഹെർബൽ ബ്യൂട്ടിയുടെ ആലോവേര ജെൽ. അപ്പോൾ അത് ഇതിനകത്തേക്ക് ഒരു കുഞ്ഞു സ്പൂണിൽ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ചേർത്തു. ഇനി നമുക്ക് വേണ്ടത് ആൽമണ്ട് ഓയിലാണ്. ഇനി ആൽമണ്ട് ഓയിൽ കയ്യിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഇതിനകത്തേക്ക് വിറ്റമിൻ ഇ ക്യാപ്സൂളിൽ അത് ഒരെണ്ണം പൊട്ടിച്ച് വെച്ച് കൊടുക്കാം. നമ്മുടെ സ്കിന്ന് ഡ്രൈ ആകാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിനകത്തേക്ക് ഈ ഒരു ഓയിലൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഈ ഒരു 3 കാര്യങ്ങളൂടി ഇതിനകത്തേക്ക് ചേർത്ത് നന്നായിട്ട് അങ്ങ് മിക്സാക്കി കൊണ്ടുവന്നാൽ നമ്മുടെ ഈ ഒരു ക്രീം, ഈ ഒരു ടൊമാറ്റോ ഫേസ് ക്രീം റെഡി. ഇനി ഇത് എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാം. ഇന്ന സമയത്ത് തന്നെ ഉപയോഗിക്കണമെന്നില്ല. നിങ്ങൾക്ക് എപ്പോഴാണോ സൗകര്യം ആ ഒരു ടൈമിങ്ങിനനുസരിച്ച് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. എന്നോട് ചോദിക്കുകയാണെങ്കിൽ രാത്രി എന്നേ പറയുള്ളൂ കേട്ടോ. നമുക്ക് രാത്രി ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ച് കൂടുതൽ റിസൾട്ട് നമുക്ക് രാത്രി ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടും കേട്ടോ. പെട്ടെന്നായിരിക്കും റിസൾട്ട്. അപ്പോൾ രാത്രി ചെയ്യാൻ സൗകര്യമുള്ളവർ രാത്രി ചെയ്യും, അതല്ലാന്നുണ്ടെങ്കിൽ പകലാണെങ്കിൽ പകൽ, എങ്ങനെയായാലും പ്രശ്നമില്ല. അപ്പോൾ ഇത് അപ്ലൈ ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ കഴുകിക്കളയേണ്ട കാര്യമില്ല. നമുക്കൊരു 4-5 മണിക്കൂർ നേരത്തേക്ക് വെക്കാം കേട്ടോ. ഇനി നിങ്ങൾക്ക് ഒരു പക്ഷേ ഇത് അപ്ലൈ ചെയ്തിട്ട് നിങ്ങളുടെ സ്കിന്ന് ഒരു ഇത്തിരി വലിയുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ആവുകയാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം നിങ്ങളിത് ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം കഴുകിക്കളയാവുന്നതാണ്. ഓക്കെ. അപ്പോൾ തണുത്ത വെള്ളം ഉപയോഗിച്ച് കഴുകിക്കളയുക. സോപ്പൊന്നും ഇടരുത് കേട്ടോ. സോപ്പോ അല്ലെങ്കിൽ ഫേസ് വാഷോ ഒന്നും ഇടരുത്. ജസ്റ്റ് തണുത്ത വെള്ളം ഉപയോഗിച്ചിട്ട് അങ്ങ് കഴുകിയെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഡെയിലി വേണമെങ്കിൽ ഡെയിലി ചെയ്യാം കേട്ടോ, ഒരു കുഴപ്പമില്ല. ഇത് ഒട്ടും തന്നെ ഓയിലി ആയിട്ടോ അല്ലെങ്കിൽ ഗ്രീസി ആയിട്ടോ ഒന്നും നമുക്ക് തോന്നത്തില്ല. നമ്മൾ നോർമലായിട്ട് ആലോവേര ജെൽ എങ്ങനെ നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്ത ആ ഒരു ഫീൽ തന്നെയായിരിക്കും നമുക്ക് ഈ ഒരു ക്രീമിൽ നിന്ന് കിട്ടുക. അതുപോലെ തന്നെ നിങ്ങളത് 2-3 ദിവസം ട്രൈ ചെയ്തതിന് ശേഷം ഞങ്ങൾക്ക് റിസൾട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ ആരും തന്നെ കമൻറ്റ് വന്ന് ചെയ്യരുത്. നിങ്ങൾ 1 മാസം ഇത് തുടർച്ചയായിട്ട് ട്രൈ ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടത്തുള്ളൂ.
അപ്പോൾ ഗൈസ് തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഈ ഒരു രീതി ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷമുള്ള നിങ്ങളുടെ റിസൾട്ട് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇനി അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്നത് നമ്മുടെ സ്കിന്നിന് നന്നായിട്ട് വൈറ്റനും ബ്രൈറ്റനും ഒക്കെ ആക്കാൻ പറ്റിയിട്ടുള്ള ഒരു ജ്യൂസാണ്. അപ്പോൾ ഈ ഒരു ജ്യൂസ് എങ്ങനെ തയ്യാറാക്കി എടുത്ത് നോക്കാം. നമ്മൾ ഈ ഒരു ജ്യൂസ് കുടിക്കുന്ന മൂലം നമ്മുടെ സ്കിന്ന് വൈറ്റനും ബ്രൈറ്റനും ആവും മാത്രമല്ല നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ഗ്ലോയിങ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കി എടുത്തെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി നമുക്കിവിടെ ആദ്യം 2 തക്കാളി വേണം, പിന്നെ ഒരു ക്യാരറ്റ് വേണം, പിന്നെ കുറച്ച് വേണ്ടത് മല്ലിയിലയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു 3 കാര്യങ്ങളാണ് നമ്മളിവിടെ ഈ ഒരു ജ്യൂസ് തയ്യാറാക്കാനായിട്ട് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു മിക്സി ബൗളിനകത്തേക്ക് ഇട്ടത് അങ്ങ് കട്ട് ചെയ്തെടുത്തിട്ട് ജ്യൂസാക്കി കൊണ്ടുവരണം. അപ്പോൾ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു തക്കാളിയുടെ നടുഭാഗത്തുള്ള ആ ഒരു പോർഷൻ നമുക്ക് വേണ്ട കേട്ടോ, അതൊന്ന് കളയണം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ. അപ്പോൾ ആ ഒരു പോർഷൻ കളഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ ക്യാരറ്റിൻ്റെ തോല് മാറ്റിയെടുക്കണം കേട്ടോ. എന്നിട്ട് അതും കൂടി കട്ട് ചെയ്ത് നമുക്കൊരു മിക്സി ബൗളിനകത്തിട്ട് നന്നായിട്ട് ജ്യൂസാക്കി കൊണ്ടുവരാം. ഇനി നമുക്ക് ഈ ഒരു ജ്യൂസിന് ഇതുപോലെ അങ്ങ് കുടിക്കാം, അരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇല്ല നമുക്കിതിങ്ങനെ കുടിക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്കൊരു അരിപ്പ് ഉപയോഗിച്ചിട്ട് അരിച്ചു മാറ്റി അതിൻ്റെ ആ ഒരു ജ്യൂസ് മാത്രമായിട്ട് കുടിക്കാം കേട്ടോ. അപ്പം ഞാൻ ചെയ്യുന്നത് 2ാമത്തെ മെത്തേഡാണ്. എനിക്കതാണ് ഇഷ്ടം. ഫസ്റ്റത്തെ എനിക്കത് ഇഷ്ടമല്ല, എനിക്ക് ഓക്കാനും വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യാറില്ല. ഇതുപോലെ അരിപ്പ് ഉപയോഗിച്ചിട്ട് അരിച്ചു മാറ്റിയിട്ടുള്ള ആ ഒരു ജ്യൂസാണ് കുടിക്കുന്നത്. കുടിക്കേണ്ട സമയം എന്ന് പറയുന്നത് രാവിലെ വെറും വയറ്റിൽ വേണം ഇത് കുടിക്കാനായിട്ട്. അതുപോലെ തന്നെ ആഴ്ചയിൽ 3 തവണ, അതും ഒന്നിടവിട്ട ദിവസങ്ങളിൽ മാത്രമേ ഇത് കുടിക്കാവൂ. ഡെയിലി ആരും തന്നെ ഈ ഒരു ജ്യൂസ് കുടിക്കരുത്. നമുക്കിത് ആഴ്ചയിൽ 3 തവണ, അതും ഒന്നിടവിട്ട ദിവസങ്ങളിൽ മാത്രം കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ജ്യൂസ് കുടിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മളിതിനകത്ത് മല്ലിയിലിട്ടുകൊണ്ട് അതിൻ്റെ ഒരു മണമൊക്കെ വരുന്ന സമയത്ത് നല്ല ടേസ്റ്റാണ് ഇത് കുടിക്കാനായിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഗായ്സ് നിങ്ങൾ ഈ ഒരു മാസം എനിക്ക് വേണ്ടി അങ്ങ് മാറ്റി വയ്ക്കുക. എന്നിട്ട് ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ഒരു മാറ്റവും വരുത്താതെ അതങ്ങ് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സൂപ്പർ റിസൾട്ടായിരിക്കും കിട്ടുക. അപ്പോൾ നിങ്ങളുടെ റിസൾട്ടും നിങ്ങളുടെ കമൻറ്റിനും ഒക്കെ വേണ്ടി ഞാൻ കാത്തിരിക്കുന്നതാണ്. അപ്പോൾ ഇനി ഒരു പുതിയ വെറൈറ്റി വീഡിയോയുമായി വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ ഫ്രം ഷംന.